മ്യൂച്വൽ അല്ലാത്ത ഒരു ഡിവോഴ്സിന് ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രൊസീജിയർ? മ്യൂച്വൽ അല്ലാത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഹസ്ബൻഡിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ബിക്കോസ് ഐ എം ഡൂയിങ് ഹസ്ബൻഡ്സ് കേസ് മോർ കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഹസ്ബൻഡ് സൈഡിൽ നിന്നാണെങ്കിൽ സാധാരണ നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് വൈഫ് ഓൾറെഡി അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അവർ കോടതിയിൽ നിന്നുള്ള നോട്ടീസായിട്ടായിരിക്കും നമ്മളെ കാണാൻ വരുന്നത് തന്നെ. കാരണം കോമൺ മാൻ ഈ നോട്ടീസ് വായിക്കുമ്പോൾ അവർക്ക് എന്തായതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവർ നിയർ ബൈ ആരാണ് പലരുടെ റെഫറൻസ് ചെയ്യുന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് അവർ ആരെങ്കിലും നമ്മളെ കാണാൻ വരും. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിവോഴ്സ് ആയിരിക്കാം, ഒന്ന് മെയിൻ്റനൻസ് ആയിരിക്കാം, ഒന്ന് ഡൊമസ്റ്റിക് വയലൻസ് ആവാം, ഒന്ന് 498 ആവാം. 498 ഇതാണ് ഡൗറി ഹറാസ്മെൻറ്റ്. പണ്ടത്തെ നിയമം വെച്ച് ഡൗറി ഹറാസ്മെൻറ്റ് ഒരു സ്ത്രീ ഫയൽ ചെയ്താൽ അയാൾ അപ്പം അകത്ത് പോറിയോ. ഇപ്പം പിന്നെ അതൊക്കെ മാറി. കാരണം അകത്ത് പോയിട്ട് കേസിൻ്റെ അവസാനം വരുമ്പോഴത്തേക്കും പുള്ളി വെറുതെ വിടുക, അക്വിറ്റ് ചെയ്യുക. ഡൗറി ഇല്ല, ഒരു അമൗണ്ട് റേസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത പേരൻസ് ആയിരിക്കാം. പക്ഷെ കോടതിയിലേക്ക് വരുമ്പോഴത്തേക്കും 101 പവനായി, 50 ലക്ഷമായി, ബെൻസ് കാറായി, വീടായി, ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറയും. കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് തിരിച്ചു വിടണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ദിസ് ഹാസ് ബിക്കം മോർ ഓഫ് എ ബിസിനസ് സ്ട്രാറ്റജിനോ. ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ ചുമ്മാ ഡിവോഴ്സ് എന്തായാലും നമ്മൾ ചുമ്മാ അങ്ങ് ഡിവോഴ്സ് കൊടുത്ത് പോകുന്ന, അല്ലെങ്കിൽ അത്രയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന പെണ്ണുങ്ങളായിരിക്കണം. ദേ ആർ ഫോർഫീറ്റിംഗ് ദെയർ മെയിൻ്റനൻസ് ആൻഡ് എവറിത്തിങ്. അവർക്ക് അൾട്ടിമേറ്റ്ലി ഈ ലീഗൽ ടൈമിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ദേ വോണ്ട് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. അങ്ങനെ വരുമ്പോൾ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ദാറ്റ് ക്വസ്റ്റ്യൻ ഡസൻ കം. പക്ഷേ മെജോറിറ്റി കേസുകളിൽ നമ്മൾ കാണുന്നത് 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളമുള്ള വൈഫാണെങ്കിൽ പോലും ദേ സ്റ്റിൽ വോണ്ട് മെയിൻ്റനൻസ്. മെയിൻ്റനൻസിന് കുറച്ച് ഗ്രൗണ്ട്സ് ഉണ്ട്. ചുമ്മാ അങ്ങ് എടുത്ത് കൊടുക്കുന്ന സാധനമല്ല മെയിൻ്റനൻസ്. അതിന് 3-4 ഗ്രൗണ്ട്സ് ഉണ്ട്. ഒന്ന്, മ്യൂച്വൽ കൺസെൻറ്റിൽ പിരിഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം. ദേ ഷുഡ് ഹാവ് എൻ എഗ്രിമെൻറ്റ്. ചുമ്മാ വാഗോണ്ട് പറഞ്ഞാൽ പോരാ, കാര്യം ഇതൊക്കെ നാളെ തെളിയിക്കാൻ പാടാണ്. ദേ ഷുഡ് ഹാവ് എൻ എഗ്രിമെൻറ്റ്. ഒന്ന് അതായിരിക്കണം. 2, ഹസ്ബൻഡ് വൈഫിനെ പരിപാലിക്കാൻ റെഡി അല്ലായിരിക്കണം. ഹീ ഷുഡ് ഹാവ് നെഗ്ലക്റ്റഡ് ഹെർ. എന്നാൽ മെയിൻ്റനൻസിന് എലിജിബിളാണ്. 3-ാമത്തെ ഗ്രൗണ്ട്, പിള്ളേർക്ക് എന്തായാലും നമ്മൾ മെയിൻ്റനൻസ് കൊടുത്തേ പറ്റൂ. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. കൊടുക്കാമോ കൊടുക്കണ്ടയോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പിള്ളേർക്ക് 18 വയസ്സ് വരെ മേജർ ആവുന്നവരെ കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരു 2-3 ഗ്രൗണ്ട്സ് ഉണ്ട്. ഇങ്ങനെ ചുമ്മാ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കുന്ന സാധനം അല്ല മെയിൻ്റനൻസ്. എന്നാൽ എല്ലാവരും ഇതിൻ്റെ ഹാർഡ് റിയാലിറ്റി അറിയാതെ എല്ലാവരും ഫയൽ ചെയ്യുന്നുണ്ട്. കോടതി ഇത് അസസ് ചെയ്യും. ഹസ്ബൻഡിൻ്റെ മാട്രിമോണിയൽ ഹോമിൽ അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് ഉള്ള ഇവരുടെ ലൈഫ് സ്റ്റൈല് വൈഫിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് ദാറ്റ് ഈസ് 1 പോയിന്റ്. ഓക്കെ. ഇനി ജോലിയുള്ള സ്ത്രീകളാണെന്നിരിക്കട്ടെ, ലെറ്റ്സ് അസ്യൂം ഷീ ഹാസ് ഓൺലി 10,000 റുപ്പീസ് ഇൻകം. അങ്ങനെ വരുമ്പോൾ 10,000 രൂപയ്ക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 30,000 റുപ്പീസാണ് നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ് എന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ബാക്കി 20,000 കൊടുക്കാൻ കോടതി പറയും. അതും പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത്, ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഇൻകം നോക്കും, കുട്ടികളുണ്ടോ എന്ന് നോക്കും, ഇവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കും, വൈഫിൻ്റെ ഇൻകം എന്താണെന്ന് നോക്കും. അങ്ങനെ ഒരുപാട് ഗ്രൗണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇത് അസസ് ചെയ്യാൻ. ആരെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആരെങ്കിലും ഓടി വന്ന് കയറി ചോദിച്ചാൽ കൊടുക്കുന്ന സാധനം അല്ല മെയിൻ്റനൻസ്. അങ്ങനെ ഒരു ഇൻഹിബിഷൻ നമ്മുടെ ആൾക്കാരുടെ മനസ്സിലുണ്ട്, സ്ത്രീകളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. ഒരുപാട് പേരുടെ കേസിൽ അത് കണ്ടിട്ടുണ്ട്. നമ്മൾ കേസ് ഫയൽ ചെയ്ത് അടുത്ത ദിവസം മെയിൻ്റനൻസ് കിട്ടുമല്ലോ. നോ, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. അങ്ങനെ ഇത് കോടതി പറഞ്ഞിട്ടും കൊടുക്കാതിരിക്കുന്ന ഉണ്ട്. അതുമുണ്ട്. അത് കൊടുക്കാതിരിക്കുന്നത് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് പിള്ളേരുള്ള മാറ്റേഴ്സിലാണ്. മെയിൻ്റനൻസ് വാങ്ങിക്കാൻ കൃത്യമായിട്ട് ഇവർ വരും, കുട്ടികളെ കാണിക്കത്തില്ല. അപ്പം ഇത് രണ്ടും ഒന്നിച്ച് നടക്കേണ്ട കാര്യമാണ്. കുട്ടികളെ കാണിക്കത്തില്ല, കുട്ടികൾക്കുള്ള മെയിൻ്റനൻസും വാങ്ങിക്കും, വൈഫിനുള്ള മെയിൻ്റനൻസും വാങ്ങിക്കും. അപ്പം നാച്ചുറലി ഹസ്ബൻഡ്സ് ഹാവ് ദിസ് ഫീലിംഗ് ദേ ആർ അറ്റ് ദി ലൂസിങ് എൻഡ്. അവരെന്തിനാണ് ഈ മെയിൻ്റനൻസ് കൊടുക്കുന്നതെന്നുള്ളൊരു ഇമോഷണലി ഉള്ളൊരു ചോദ്യം അവർ ഫേസ് ചെയ്യുകയാണ്. കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, കുട്ടികളെ കാണണ്ടേ. ഇപ്പം ഒരു കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. മെയിൻ്റനൻസ്, ചൈൽഡ് കസ്റ്റഡി. അങ്ങനെ പോസിബിൾ ആണോ? അങ്ങനെ പോസിബിളാണ്. ഇതെല്ലാം പല പല കേസുകളാണ് ഫറ. ഇതെല്ലാം കൂടെ ഒരു കേസല്ല. ഡിവോഴ്സിന് നമ്മളൊരു കേസ് നോ അങ്ങനല്ല. അങ്ങനെ ഒരു ഇൻഹിബിഷൻ ആൾക്കാർക്കുണ്ട്. അങ്ങനല്ല. ഡിവോഴ്സ് ഇസ് വൺ സെപ്പറേറ്റ് കേസ്. ചൈൽഡ് കസ്റ്റഡി ഇസ് വൺ സെപ്പറേറ്റ് കേസ്. മെയിൻ്റനൻസ് ഇസ് എ സെപ്പറേറ്റ് കേസ്. ഡൊമസ്റ്റിക് വയലൻസ് ഇസ് സെപ്പറേറ്റ് കേസ്. അപ്പോൾ അങ്ങനെ പല പല കേസുകളായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി കോർട്ടിൽ പോകുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു 5-6 കേസ് ബൈ ഡീഫോൾട്ട് എല്ലാവർക്കും കാണും.
ഇറ്റ്സ് എ പാക്കേജ്. ഡൊമസ്റ്റിക് വയലൻസിൽ ഇപ്പം ഈ ഹസ്ബൻഡിന് പേരൻസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ, സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ, അവര് പിന്നെ ചില കേസുകളിൽ എക്സ്ട്രീം സിനാരിയോസ് ഉണ്ട്, സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്സിനെ അവർ ഇംപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്.